ഇന്നാണെങ്കിൽ ഗബ്രിക്കുട്ടിൻ്റെ സ്കൂളിൽ മാത്ത് ഡേയാണ്. അപ്പോൾ നമ്മൾ മാത്ത് തീംഡ് കോസ്റ്റ്യൂം ചെയ്ത് പോകണം. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം മുതലുള്ള പരിപാടി എന്ന് പറയുന്നത് ഇത് ചെയ്യലായിരുന്നു, പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എഴുതുന്നുണ്ട്. അവൻ 8 ഇയേഴ്സ് ആയതുകൊണ്ട് 8 വരെയാണ് എഴുതുന്നത്. പിന്നെ അവൻ്റെ പേരും എഴുതിയിട്ടുണ്ട് ടീഷർട്ടിൽ. ഇതൊരു പഴയ ടീഷർട്ടാണ്, അതുകൊണ്ട് പോയാലും കുഴപ്പമില്ല. പിന്നെ മുഖത്ത് അവന് ടാറ്റു പോലെ എന്തെങ്കിലും ചെയ്യണം കയ്യിലും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ചെവിയിൽ പ്ലസ്സും മൈനസും മൂക്കിൽ ഈക്വൽ ടു ഒക്കെ വേണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കവിളിലൊരു മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ നെറ്റിയിൽ ഒരു ഇൻഫിനിറ്റി. അതെ, നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ സിമ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ മാത്സൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ താടിയിൽ ഞാനൊരു MD സെറ്റാണ് കേട്ടോ എഴുതുന്നത്. പിന്നെ കവിളിൽ അവന് സമ്മേഷനും ഇൻറ്റഗ്രലും ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ചെറിയ ഇക്വേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനിത് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കഴുത്തിൽ ഞാൻ ഈ സിമ്പിളാണ് ഇട്ട്. ഇതെന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കയ്യിൽ അവൻ പറഞ്ഞ പോലെ നമ്പേഴ്സൊക്കെ എഴുതി 1 2 3 4. അപ്പോൾ അവൻ 8 ഇയേഴ്സ് ആയതുകൊണ്ട് അവൻ 8 മാത്രം വലുതായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലുതായിട്ട് എഴുതി, ബാക്കിയുള്ള നമ്പേഴ്സും ചെറുതായിട്ട് എഴുതി. അതിൻ്റെ ഇടയിൽ ഡൈസനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് തരുന്നുണ്ട്. പിന്നെ കൂടുതൽ വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡിഫറൻസിയേഷനും ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ട്രിഗ്നോമെട്രി ആണെന്നൊക്കെ. ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കയ്യിൽ എന്താ പറയുക, -1ൻ്റെ സ്ക്വയർ റൂട്ട്, കോംപ്ലക്സ് നമ്പേഴ്സും ഒക്കെ നമ്മൾ എഴുതുന്നുണ്ട്. ഒന്നിനെയും വെറുതെ വിടുന്നില്ല. കിട്ടിയ അവസരമല്ലേ അമ്മ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ കുറേ ചെറിയ ചെറിയ ഇക്വേഷൻസൊക്കെ അവിടെ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് നമ്മൾ പൈ എഴുതാൻ മറന്നു പോയെന്ന്. അങ്ങനെ പൈയൊക്കെ എഴുതി കൊടുത്തു കയ്യിൽ. പിന്നെ നമ്മുടെ ചാക്കുമാഷിൻ്റെ ഓർമ്മയ്ക്ക് A² + B² എഴുതാതെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ A² + B² എഴുതുന്നുണ്ട്. അപ്പോൾ എന്താണ് A² + B²? ഭൂലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മാത്ത് ഡേ സ്പെഷ്യൽ. ആൾ വളരെ ഹാപ്പിയാണ്.